Good morning, good evening. നിങ്ങൾ എവിടുന്ന് കാണുന്നോ എന്ന് എനിക്കറിയില്ല. പലരും ചിലപ്പം പുറത്തുനിന്നുള്ളവർ കാണും, മറ്റ് കൺട്രീസിൽ നിന്നുള്ളവർ. താങ്ക് യു. ഇന്നത്തെ ടോപ്പിക്ക് COVID-19 ബന്ധപ്പെട്ടുള്ള ഡ്രഗ് ഡിസ്കവറിയെക്കുറിച്ചാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ക്രെഡൻഷ്യൽസ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ തരേണ്ടത് ഒരു അത്യാവശ്യമാണല്ലോ. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. So basically, I work as a clinical trials pharmacist, and I work for an organization called esSENSE NHS Foundation Trust, which is based in London. This trust തന്നെ King's Health Partnersന്റെ കീഴിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. Part of this organization, we also have King's College, King's Hospital, then St. Thomas Hospital, Guy's Hospital. As an institution, ഇത് UK-ലെ തന്നെ ലീഡിംഗ് റിസർച്ച് ഓർഗനൈസേഷനാണ്. ഏകദേശം എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം ഒരു 600-700 റിസർച്ച് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത്. 2015-14 മുതൽ ഞാൻ ഒരു ക്ലിനിക്കൽ ട്രയൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. 2 വർഷം മുമ്പ് വേറെ ഓർഗനൈസേഷന് വേണ്ടി ഫങ്ഷൻ ചെയ്തു. 2019 മുതൽ ആണ് ഞാൻ ഗൈസ് ആൻഡ് സെൻറ്റ് തോമസിന് വേണ്ടി റിസർച്ച് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷണൽ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് എനിക്കുള്ളത്. 2020 ജാനുവരി ഏകദേശം എൻഡ് മുതൽ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് COVID-19 സ്റ്റഡീസാണ്, ക്ലിനിക്കൽ ട്രയൽസ്. അത് ഞങ്ങളുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡീസുണ്ട്, കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റഡീസുണ്ട്. അതുപോലെ തന്നെ നാഷണലി ചീഫ് മെഡിക്കൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്ത ലാർജ് COVID-19 ബേസ്ഡ് സ്റ്റഡീസുണ്ട്. കറൻ്റ്ലി ഏകദേശം 6 ബിഗ് ട്രയൽസ് മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രയൽസ് മാനേജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ലാർജ് ടീമാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതിനോടനുബന്ധിച്ചുള്ള ടീമിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷണൽ മെഡിസിനൽ പ്രോഡക്ട്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷണൽ മെഡിസിനൽ പ്രോഡക്ട്സ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു ഇതെന്താണെന്നുള്ളത്. ഇത് ആക്ച്വലി മെഡിസിൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് എ ലൈസൻസ് പ്രോഡക്റ്റ്. ഇതിനകത്തെ മിക്ക പ്രോഡക്റ്റുകളും സ്ട്രെയിറ്റ് ഫ്രം ലാബ് അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ ടെസ്റ്റിങ്ങിന് ശേഷം ഫസ്റ്റ് ക്ലിനിക് സ്റ്റേജിലേക്ക് വരുന്ന കോമ്പൗണ്ട്സാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് അതിൻ്റെ ഫോർമുലേഷൻ, അതിൻ്റെ ഡോസിങ്, അതിൻ്റെ ലോജിസ്റ്റിക് പാർട്ട്, ഡോസ് മോഡിഫിക്കേഷൻസ്, ഇതിൻ്റെ ലോക്കൽ പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഓവർസീയിങ് ആണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു COVID-19 ഡ്രഗ് ഡിസ്കവറി എത്രമാത്രം ഇതിനൊരു പ്രോഗ്രസ് നടക്കുന്നു, അല്ല എന്താണ് ആക്ച്വലി റിയലി ഹാപ്പനിങ് അറ്റ് ദ ഗ്രൗണ്ട് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്പീച്ച് ഞാൻ എഗ്രി ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പലപ്പോഴും മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ പെരിഫറിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ മീഡിയയിൽ കാണാറുള്ളത്. ഉദാഹരണത്തിന് COVID-19 എന്ന് എല്ലാവരും പറയുന്നു. ഇപ്പം COVID-19 അല്ല ശരിക്കും ഈ വൈറസിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ SARS-CoV-2 എന്നാണ്. COVID-19 ഒരു ഡിസീസായിട്ട് ആണ് നമ്മൾ ടൈറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പം COVID-19 ഈസ് എ കൊറോണ വൈറസ്, അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ഒരു സബ്സെറ്റാണ്. ഒരു കഴിഞ്ഞ ഡിസംബർ 2019 വരെ ഏകദേശം 6 സബ്സെറ്റ്സ് ഓഫ് കൊറോണ വൈറസ് നമ്മൾക്കറിയാമായിരുന്നു. ഇത് 7ാമത്തെയാണ്. അതുകൊണ്ടാണ് ഇതിനെ നോവൽ കൊറോണ വൈറസ് എന്ന് വിളിക്കുന്നത്. കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ SARS-CoV-2 ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ സിമിലർ ആയിട്ട് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കോസ് ചെയ്യുന്ന മറ്റ് ഓർഗാനിസംസ് ഉണ്ട്, മറ്റ് സിമിലർ സബ്സെറ്റുകളുണ്ട്. അതിലൊന്നാണ് മേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്, ഈ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന റിസർച്ച് എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലിനീഷ്യൻസ് അല്ലെങ്കിൽ മെഡിസിനൽ കെമിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾ ഇതിനെ വ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒരു സ്ട്രാറ്റജി ഈ വൈറസിനെതിരായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റിൽ അവർ ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ളത്. അപ്പം ഡ്രഗ് ഡിസ്കവറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രഗ് ഡിസ്കവറിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക്
ആദ്യമായിട്ട് അവർ ബ്രിങ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സിദ്ധാന്തം, എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു പ്രൈമറി തോട്ട്സ് ഇല്ലാണ്ട് ഒരിക്കലും ഡ്രഗ് ഡിസ്കവറിയിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ വൈറസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൻ്റെ ഡിസീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ ഡിസീസിൻ്റെ പാതോഫിസിയോളജി മനസ്സിലാക്കുക, ആ പാതോഫിസിയോളജിക്കുള്ളിൽ തന്നെയുള്ള സബ്സെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ട്രജക്ടറി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മോളിക്കുലർ ലെവലിലുള്ള അനാലിസിസ് നടത്തുക. അതായത് ഇതിൻ്റെ ഈ വൈറസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതിൻ്റെ ജനറ്റിക്കൽ കോഡ് എന്താണ്, അതെങ്ങനെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നു, വൺസ് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന് സംഭവിക്കുന്നത്, അത് ഏതൊക്കെ റിസെപ്റ്റേഴ്സുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നു, അതിനുശേഷം ഉണ്ടാകുന്ന സിഗ്നലിംഗ് പാത്വേസ് എന്താണ് ജനറ്റിക് മോഡിഫിക്കേഷൻസ് ഇത് വൺസ് സെൽസിനകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു സിറ്റുവേഷനിൽ ദർ ഇസ് ലോട്ട് ഓഫ് അൺനോൺസ്. ഇപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ ജസ്റ്റ് തുടങ്ങിയ സമയത്ത് പലർക്കും ഇതെന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തത്, ഞാൻ പറഞ്ഞ സയൻറ്റിസ്റ്റുകൾക്കാണ്, ക്ലിനീഷ്യൻസ് അവർക്കിത് എന്താണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള പോലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം മുതലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് ഇത് അവർക്ക് ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായെന്ന് പറയുന്ന ഈ ഒരു പാതോഫിസിയോളജി, അതായത് ഡിസീസ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഒരു ട്രജക്ടറിയെ മനസ്സിലാക്കി ആ എൻ സ്റ്റേജ് വരെയുള്ള, അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ഈ വൈറസ് എഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇനിഷ്യൽ സിംറ്റംസ് വരുന്നു, പിന്നീട് ആ ഇൻഡിവിജ്വൽസിന് എന്ത് സംഭവിക്കുന്നു, പിന്നെ ആ ഇൻഡിവിജ്വൽസിന് സിറ്റുവേഷൻ വേഴ്സ് ആകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കെയർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഈ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, സിംറ്റംസ്, ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി ഒരു ഫേറ്റൽ സ്റ്റേജ് വരെ എത്തുമ്പം ഉണ്ടാകുന്ന ഈ ഒരു ട്രജക്ടറി അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇതിന് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള ഒരു ബേസിക് ധാരണ പോലും ആദ്യ സമയങ്ങളുണ്ടായിരുന്നു. അതുവരെ നടന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ബ്ലൈൻഡ് തെറാപ്പിയാണ്. അപ്പോൾ ഒരു ഏർലി ജാനുവരി സ്റ്റേജിൽ ബേസിക്കലി ഡോക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാകും, ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറഞ്ഞ ഒരു മെഡിസിനെ കുറിച്ച് ഒത്തിരി ന്യൂസിലുണ്ടായിരുന്നു. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ആൻറ്റിവൈറൽ ഡ്രഗുകൾ, ഉദാഹരണത്തിന് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ്, അത് സാധാരണ നമ്മൾ കൊടുക്കുന്നത് HIV-1 അല്ലെങ്കിൽ HIV-2 പേഷ്യൻസിന് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡ്രഗാണ്. അത് പരീക്ഷിച്ചു. പിന്നെ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ഗിലിയാഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ റെംഡെസിവിർ എന്ന് പറഞ്ഞൊരു ഏർലി മോളിക്യൂൾ, അതിപ്പോഴും ലൈസൻസ്ഡ് അല്ല. ആക്ച്വലി ദ ഒറിജിനൽ ഡ്രഗ് വാസ് ഡെവലപ്ഡ് ഫോർ ഇബോളയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത്, ലൈസൻസ്ഡ് ആകാണ്ട് കിടന്നൊരു ഡ്രഗാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബ്ലൈൻഡ് ട്രീറ്റ്മെൻറ്റാണ് ആദ്യം മുതലേ ഇതിനു വേണ്ടി ക്ലിനിഷ്യൻസ് സ്വീകരിച്ച സ്ട്രാറ്റജി. അപ്പം ഈ ഇങ്ങനെ ബ്ലൈൻഡ്ലി ട്രീറ്റ് ചെയ്യുകയും ഈ പേഷ്യൻസിൻ്റെ ആ ജേർണി, ഈ രോഗത്തിൽ കൂടിയുള്ള ആ ജേർണിയെ മനസ്സിലാക്കുകയും അതിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോളിക്കുലർ ബയോളജി ലെവലിലുള്ള അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലുള്ള ഇതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി സയൻറ്റിസ്റ്റുകൾക്ക് ഇതിന് എന്താണ് ഒരു റൈറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റിയത്. അപ്പം ഈ ഹൈപ്പോത്തിസിസിന് ശേഷം ഇപ്പം ജനറലി ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രഗ്, പലർക്കും അറിയാത്തൊരു കാര്യം, സാധാരണ ഒരു ഡ്രഗ് നമുക്ക് ലാബിൽ അതിൻ്റെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് അതിനെ പ്രീ ക്ലിനിക്കൽ ടെസ്റ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം 3 വർഷമാകും. ഈ 3 വർഷം കഴിഞ്ഞ് ഈ പ്രീ ക്ലിനിക്കൽ ഡേറ്റ റെഗുലേറ്റേഴ്സിനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് phase 1 എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഈ ഡ്രഗ് ഡിസ്കവറിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഈ phase 1 അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കോമ്പൗണ്ടിനെ ആനിമൽ മോഡൽസിൽ അല്ലെങ്കിൽ ആനിമൽ മോഡൽസിനെ സിമുലേറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ മോളിക്യൂളിൻ്റെ ഡോസിനെ നമ്മളൊരു ഹ്യൂമനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ലോവസ്റ്റ് ഡോസ് ഹ്യൂമൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഡോസിൻ്റെ ഫെർദർ മൾട്ടിപ്ലിക്കേഷൻസിലെ ഏത് ലെവൽ വരെ ഈ ഡ്രഗിനെ നമുക്ക് ഒരു ഹ്യൂമൻസിൽ എന്ന് പറയുന്ന വോളണ്ടിയേഴ്സിൽ ടെസ്റ്റ് ചെയ്ത് അതിന്
അതിനെ ഈ ഹ്യൂമൻസ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റാണ് ഈ phase 1 നടക്കുന്നത്. അവിടെ നമുക്ക് എഫിക്കസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നടക്കുന്നില്ല. സേഫ്റ്റി ഉണ്ട്, ഒബിയസ്ലി ടോളറബിലിറ്റി ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡോസ് ഒരു ഹെൽത്തി വോളണ്ടിയർ ടോളറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അഡ്വേഴ്സ് ഇവൻ്റ് ആണ് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് കാണുന്നത്. അപ്പോൾ മണ്ണിലാണ് ഒരു ഡോസ് ഫൈൻഡിങ് എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. ഈ phase 1 കഴിഞ്ഞാണ് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്കാണ് phase 2 പോകുന്നത്. അപ്പോൾ phase 2 നടക്കുന്നത് എന്താണ്? സേഫ്റ്റിയാണ്. അപ്പോൾ phase 1 മാക്സിമം കൂടി വന്ന ഒരു 100 പേഷ്യൻസ് അല്ലെങ്കിൽ ലെസ് ദാൻ ഒക്കെയാണ് മാക്സിമം phase 1 phase 2 വരുമ്പോഴത്തേക്കും ഏകദേശം ആ പേഷ്യൻ്റ് എന്നുള്ളത് ഈ 200 അല്ലെങ്കിൽ 100 എന്നുള്ളത് ഏകദേശം അപ് ടു 1000 പേഷ്യൻസ്. അവിടെയാണ് ഈ ഡ്രഗിന് പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ എഗ്രീഡ് ഡോസിൽ ഏതെങ്കിലും ലെവലിലുള്ള ഒരു സേഫ്റ്റി കൺസേൺസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ phase 2 എൻഡ് സ്റ്റേജിൽ ഡേറ്റ കൊളക്ട് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് അതിനെ അനലൈസ് ചെയ്ത് ഇത് റെഗുലേറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു. ആ സബ്മിഷൻ അപ്രൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ശരിക്കും ഒരു ഡ്രഗ് phase 3 പോകുന്നത്. ഈ phase 3 ഡ്രഗിൻ്റെ എഫിക്കസി മനസ്സിലാക്കുന്നത്. അപ്പോൾ phase 3 എന്ന് പറയുന്നത് ഏകദേശം അപ് ടു 3000 പേഷ്യൻസ് ആവാം അല്ലെങ്കിൽ ഹെൽത്തി വോളണ്ടിയേഴ്സ് ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഡ്രഗ്. ആ ഒരു ഗ്ലോബൽ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രീസിൽ മാത്രമായിരിക്കില്ല, പല ടൈപ്പുള്ള ആൾക്കാരിൽ, അതായത് ഇപ്പോൾ അഡൽട്ട്, എൽഡർലി അല്ലെങ്കിൽ ഡിസീസ് ബേർഡൻഡ് ആയിട്ടുള്ള പേഷ്യൻസ് പല കോണ്ടിനെൻറ്റിൽ ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അനാലിസിസാണ് phase 3 സക്സസ്സിലേക്ക് കിടക്കുന്നത്. അതുതന്നെ ഏകദേശം 3 years എടുക്കും. അപ്പോൾ നോർമലി ഇൻ എ സമ്മറി ഏകദേശം 10 മുതൽ 15 വർഷം വരെ ഒരു റിയൽ സെൻസിൽ ഒരു ഡ്രഗ് പുറത്ത് വരാനുള്ള സമയമാണ്. അതിനിടയ്ക്ക് ഏകദേശം 8 to 15 ബില്യൺ US എങ്കിലും ഈ പുതിയ ഡ്രഗിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി സ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളറിവനുസരിച്ച് ഏകദേശം 4500+ ഡിസീസസ് വേൾഡിൽ ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഏകദേശം ഒരു 250-300 ഡിസീസിനെ ആക്ച്വലി നമ്മൾ ഡ്രഗ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചിലപ്പോൾ റയർ ഡിസീസസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ റീസൺസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിനുള്ള ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഡ്രഗ് ഡിസ്കവറിയിലേക്ക് കടക്കാണ്ട് പോകുന്നത്, അല്ലെങ്കിൽ കമ്പനീസിനകത്ത് താല്പര്യം കാണിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ജനറിക് പ്രിൻസിപ്പിൾ ഓഫ് ഡ്രഗ്, എന്താ പറയുക, ആദ്യത്തെ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്നത് പലപ്പോഴും സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ ഡിസീസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഇവർ കൃത്യമായി റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുകയാണ്. അപ്പോൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുമ്പോൾ എന്താണ്, ഈ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിലായിക്കോട്ടെ അല്ലെങ്കിൽ സീറത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ബോഡിയിലുണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസിനെ അവർ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് അവർ ബേസിക് സെല്ലുലാർ ലെവലിലേക്ക് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ട്രജക്ടറി മനസ്സിലാക്കണം. അപ്പം അത് റിസപ്റ്റാർ ലെവലിലായിരിക്കാം. ആ റിസപ്റ്റാറിലേക്ക് ഒരു ലെഗൻഡ് അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ വന്ന് അല്ലെങ്കിൽ ഒരു ആഗനിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റാഗണിസ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിഗ്നലിംഗ് പാത്വേ, ആ സിഗ്നലിംഗ് പാത്വേയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഒരു നോർമൽ ഹെൽത്തി പേഷ്യൻസിൽ ആ സിഗ്നലിംഗ് പാത്വേ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ ആ സിഗ്നലിംഗ് പാത്വേക്ക് എന്ത് മാറ്റങ്ങൾ വരുന്നു, ഇതൊക്കെയാണ് ഇതിനകത്ത് ഒരു അനാലിസിസ് ഫാക്ടേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നത്. വൺസ് ഈ റിസപ്റ്റാർ അല്ലെങ്കിൽ ഈ സിഗ്നലിംഗ് പാത്വേയിലുള്ള ഡിഫക്ട്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പർട്ടിക്കുലർ ഡിഫക്റ്റിനെ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ ബേസിക്കലി ഈ ഡ്രഗിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡ്രഗ് എന്ന് പറയുന്നത് പല കോമ്പൗണ്ട് ആവാം. ഫോർ എക്സാമ്പിൾ ട്രഡീഷണൽ ഡ്രഗ്സ് ലൈക്ക് ടാബ്ലറ്റ് ഫോംസിലുള്ള ഡ്രഗുകളായിരിക്കാം. അത് ബേസിക്കലി കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗുകളാണ്. ഇപ്പം പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് തെറാപ്പി എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ജനറ്റിക്കൽ സെൽസ്, ജനറ്റിക് ട്രീറ്റ്മെൻറ്റ്, അതായത് സ്പെസിഫിക് ജനറ്റിക് കോഡഡ് ആയിട്ടുള്ള ഡ്രഗ്സിനെ അല്ലെങ്കിൽ ഡിവൈസസിനെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് വിടുന്നതും ആ ജനറ്റിക് കോമ്പൗണ്ട് നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ച് അത് ആ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്ന അത് അഡ്വാൻസ് തെറാപ്പിയാണ്.
അല്ലെങ്കിൽ സെല്ലുലാർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്റ്റെം സെൽസിനെ ബോഡിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് അതിനെ പിന്നെ ലാബിലേക്ക് മാറ്റി അവിടെ കൾച്ചർ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഹ്യൂമൻ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു റേഞ്ച് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കറൻ്റ്ലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് COVID-19 മാത്രമല്ല, ഞാൻ പറഞ്ഞ ആസ് എ ജനറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ജനറൽ പ്രോസസ്സാണ്. അപ്പം ബേസിക്കലി ഈ സെല്ലുലാർ ലെവലിൽ അല്ലെങ്കിൽ ജനറ്റിക് ലെവലിൽ ഉള്ള ഡിഫക്ട്സിനെ നമ്മൾ ഈ ഡിസീസിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ സ്റ്റേജിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി ആ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മോളിക്യൂളിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ മോളിക്യൂൾ ചിലപ്പോൾ വരുന്നത് ലാബിൽ തന്നെ ജനറ്റിക്കലി ഡിവൈസ് ചെയ്ത ഒരു കോമ്പൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റിംഗ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ചെയ്യുന്നതാകാം. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് മെത്തഡോളജി പിന്നെ മെഡിസിനൽ കെമിസ്ട്രി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോളിക്കുലർ ബയോളജിസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫാർമക്കോളജിസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്നത് ഇത് ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ഒരു ഡ്രഗ് ഡിസ്കവറി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ, അത് നോർമല്ല, ആയിരക്കണക്കിന് ഞാൻ അത്രയും ആൾക്കാരുടെ ഒരു പ്രൊഡക്റ്റാണ് ഒരു ഡ്രഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പർട്ടിക്കുലർ സിഗ്നലിംഗ് പാത്വേ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു ആളാണ് വെക്കുക. ഞാൻ അതിനകത്ത് ചിലപ്പോൾ ഒരു 10 വർഷം ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ആ 10 വർഷം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ആ സിഗ്നലിംഗ് പാത്വേ ഞാൻ പിന്നെ റിസർച്ച് ക്ലോസ് ചെയ്തു. ആ സ്റ്റഡീസിനെ വേറൊരാളായിരിക്കും ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ ടേക്ക് ഓവർ ചെയ്യുന്ന ആൾ ആ സിഗ്നലിംഗ് പാത്വേ കുറിച്ച് ആയിരിക്കണമെന്നില്ല ചെയ്യുന്നത്. ആ സിഗ്നലിംഗ് പാത്വേയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടിനെ കുറിച്ചായിരിക്കും റിസർച്ച് ചെയ്യുന്നത്. ആ കോമ്പൗണ്ട് റിസർച്ച് ചെയ്യുന്ന ആൾ വൺസ് ആ കോമ്പൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലും അതൊരു ഡ്രഗായിട്ട് മാറുന്നില്ല, കാരണം അത് നെയ്സൻ പ്രോഡക്റ്റാണ്. പിന്നീട് ഒരു മെഡിസിനൽ കെമിസ്റ്റ് ആയിരിക്കും ഇതിനെ ഒരു ഡ്രഗിൻ്റെ ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്നത്. വൺസ് ഈ മെഡിസിനൽ കെമിസ്റ്റ് ഈ ഡ്രഗിൻ്റെ ഫോർമുലേഷനിലേക്ക് ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലാബിൽ മിക്കപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്യുന്ന മോളിക്കുലർ ബയോളജിസ്റ്റാണ്. അവരത് പർട്ടിക്കുലർ സെൽ ലൈൻസിൽ, ഇപ്പം നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ പല സെൽസും ഇപ്പം ആർട്ടിഫിഷ്യലി നമുക്ക് ലാബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സെൽസിൽ അല്ലെങ്കിൽ ടാർഗറ്റ് മീഡിയത്തിൽ നമുക്ക് ഇൻവിട്രോ എന്ന് പറയപ്പെടുന്ന ലാബിൽ നമുക്ക് ഈ ടെസ്റ്റ് നടത്തുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൈൻഡിങ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ഔട്ട്കംസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബിൽ നിന്ന് പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ നിന്ന് ക്ലിനിക്കൽ സ്റ്റേജിലേക്ക് ഇത് പോകുന്നത്. നമ്മളിവിടെ ഗോയിങ് ബാക്ക് ടു ദ ഒറിജിനൽ സ്റ്റോറി ഓഫ് COVID-19. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ചിട്ട് COVID-19 ഒരു ഡിസീസ് ട്രജക്ടറി എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു സിവിയർലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു 28 days വിൻഡോ എടുത്ത് നോക്കുക. അപ്പോൾ ഈ 28 days വിൻഡോയിൽ ഏകദേശം ആദ്യത്തെ ഒരു 7 to 14 days ഈ ഈ ഇൻഫെക്റ്റഡ് ആകുന്ന പേഷ്യൻസിന് വളരെ മൈൽഡ് സിംറ്റംസാണ്. മൈൽഡ് സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഓഫ് ദി പോപ്പുലേഷൻ ഇത് നമ്മളിൽ ഇൻഫെക്റ്റഡ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് പോലും അവർ അറിയണമെന്നില്ല. ഹെൽത്തി വോളണ്ടിയേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു നെക്സ്റ്റ് 50%-നകത്ത് ഒരു 25% ചിലപ്പം ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജ്, ഞാൻ പറയുന്ന ഒരു ആഫ്റ്റർ 7 to close to 14 days സ്റ്റേജിലായിരിക്കും മനസ്സിലാക്കുന്നത്. ചിലപ്പം ഒരു ചുമയുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്ട്രെസ്, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൽ ഏർലി ഡിഫിക്കൽട്ടീസ്. അത് വളരെ ഒബ്വിയസ് ആണെന്നൊന്നുമില്ല. പിന്നെയുള്ള ഒരു 25%-നാണ് ഇത് വളരെ ഒരു സിവിയർ സ്റ്റേജിലേക്ക് കിടക്കുന്നത്. അത് ചിലപ്പോൾ ഇവർക്ക് അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ജനറ്റിക്കലി സസെപ്റ്റബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് വൈസ് അവർ വളരെ വീക്കായിരിക്കാം. ഇങ്ങനെയുള്ള പേഷ്യൻസാണ്. അപ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണ്, അവർ ഈ 14 days സ്റ്റേജിൽ അല്ലെങ്കിൽ 7 days മുതലുള്ള ബാക്കിയുള്ള 21 days വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം ഈ ഡിസീസിനെ ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഈ ഒരു സ്റ്റേജിങ് ഇല്ലായിരുന്നു ഈ COVID-19 ഇൻഫെക്ഷൻ. അപ്പോൾ ഇപ്പോൾ അത് ഒരു സ്റ്റേജിങ് വളരെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 7 days to 14 days ഏർലി സിംറ്റംസ്, ഈ പറഞ്ഞ പോലെ ഹെഡേക്ക്, ഡയറിയ, ഇങ്ങനെയുള്ള സിംറ്റംസ്. അതിനുശേഷം മൈൽഡ് റെസ്പിറേറ്ററി പിന്നെ മൈൽഡായിട്ടുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുന്നു.
തേർഡ് സ്റ്റേജിൽ ആണ് ഈ പറയുന്ന അക്യൂട്ടായിട്ടുള്ള വളരെ ഹെവി ഇൻഫ്ലമേറ്ററി സ്റ്റോംസ് വരുന്നത്. അവിടെയാണ് ഈ പറയുന്ന പോലെ എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓർഗൻ ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ്, പർട്ടിക്കുലർലി ലങ്സിൻ്റെ ആൽവിയോളി ടൈപ്പിൽ വളരെ ഹെവി ആയിട്ട് ഇൻഫ്ലെയിംഡ് ആയിട്ട് വരികയും ലങ്സിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു ഇതിലേക്ക് വരുന്നു. ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ലങ്സിന് സഫീഷ്യൻ്റ് ആയിട്ട് ഓക്സിജനെ അബ്സോർവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നു. രണ്ട്, ഈ ഇൻഫ്ലമേഷൻ്റെ ഒരു ഹെവി സ്റ്റോം കാരണം ഈ ഹെവി ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാകുന്നു. അതിലേക്ക് പിന്നീട് ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പേഷ്യൻസ് ഓൾമോസ്റ്റ് ഡ്രൗൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രജക്ടറി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റേജ് 1, സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3. അപ്പോൾ ഒരു ക്ലിനിഷ്യനെ സംബന്ധിച്ച് ഈ പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേ 1 മുതൽ ഡേ 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നമ്മളിലോട്ട് ഈ വൈറസ് എൻട്രി ചെയ്യുന്ന ആ പോയിന്റ് മുതൽ ഏകദേശം 14 ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് നടന്നു പോവുകയാണ്. അതായത് ഇത് കയറി വരുന്നു, ഇത് പിന്നീട് നമ്മുടെ ബോഡിയിലേക്ക് കടക്കുന്നു, നമ്മുടെ സെൽസിനകത്ത് ഇത് എൻട്രി ചെയ്യുന്നു, ഈ സെൽസിൽ നിന്ന് ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ പോകുന്നു. അവിടെ വെച്ച് ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണത്. ആ സാധനം റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഇത് റെപ്ലിക്കേറ്റ് ചെയ്തു അത് വീണ്ടും മച്ചുവർ ആകുന്നു, അടുത്ത ഇതിലേക്ക് കടക്കുന്നു, അത് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്ത ആൾക്കാരിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റേത്. ആ പ്രോസസ്സ് ആക്ച്വലി 14 ഡേയ്സിനുള്ളിൽ കഴിയുന്നുണ്ട് ഏകദേശം. അപ്പം സംഭവിക്കുന്നത് ആദ്യത്തെ ദിവസം ഇത് ഹെവി വരുന്നു, പിന്നെ ഒരു 7 ദിവസത്തോടു കൂടിയാണ് ഇത് ഏറ്റവും ഒപ്റ്റിമം വൈറൽ ലോഡ് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഒപ്റ്റിമം സ്റ്റേജിൽ നിന്ന് പയ്യെ ഇത് ഗ്രാജുവലി വന്നു കഴിയുമ്പോഴത്തേക്കും ഈ 14 ഡേയ്സ് ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹെവി ആയിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വളരെ ഒരു സ്മോൾ ഗ്രൂപ്പിലാണ് ഞാൻ പറയുന്നത്. ഹെൽത്തി ആൾക്കാരിൽ ഇത് സ്ലോലി ബോഡി തന്നെ ഇതിന് ആൻറ്റിബോഡീസ് ബിൽഡ് ചെയ്ത് ഇതിനെ ഈ ഡിസീസിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഹെൽത്തി ആൾക്കാരിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വളരെ ക്രിട്ടിക്കലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരിലാണ്, ഇൻഡിവിജ്വൽസിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മുടെ ഇൻഫ്ലമേഷൻ സിഗ്നലിംഗ് പാത്വേസ് ഹെവി ആയിട്ട് ആക്ടിവേറ്റ് ആവുകയും ഈ ഡിസീസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയുടെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയിലാണ് ഈ പറയുന്ന സൈറ്റോകൈൻ സ്റ്റോം എന്ന് ടെക്നിക്കലി ഞങ്ങൾ വിളിക്കുന്ന ഒരു ഹെവി ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ സംജാതമാകുന്നത്. അപ്പോൾ അത് നടക്കുന്ന ആ സ്റ്റേജിൽ അവിടെയാണ് ഈ പറയുന്ന ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ലങ്സിലേക്ക് എത്താണ്ട് വരികയും നമ്മുടെ ബ്ലഡ് ലെവൽസിലെ ഓക്സിജൻ വളരെ ലോ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെയാണ് നമുക്ക് ഈ പറയുന്ന വെന്റിലേറ്റർ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ ഡിവൈസസ് വെച്ച് പേഷ്യൻസിനെ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇതേ സ്റ്റേജിൽ തന്നെ ന്യൂമോണിയയുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ന്യൂമോണിയ വൺസ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻഡ് ഓർഗനിലേക്ക് കടക്കുന്നു. പിന്നെ ഈവൻ ഹാർട്ട്, എൻഡോകാർഡൈറ്റിസ്, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇത് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേജ് മനസ്സിലായല്ലോ. അത് സ്റ്റേജ് 1 വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. സ്റ്റേജ് 2 നമ്മൾ ഈ പറയുന്ന ക്ലാസിക് സിംറ്റംസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റേജ് 3 എക്സ്ട്രീം പ്രശ്നം ഉണ്ടാകുന്നത്, ഈ പറയുന്ന പോലെ ഇൻഫ്ലമേഷൻ, എൻഡ് ഓർഗൻ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു ക്ലിനിഷ്യൻ ഈ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ഈ ഡ്രഗിനെ എങ്ങനെ, ഏത് ടൈപ്പ് ഡ്രഗ് ഏത് സ്റ്റേജിൽ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിൻ്റെ ഹെവി ആൻറ്റിവൈറൽ ലോഡുള്ള സമയത്താണ് നമ്മളൊരു ആൻറ്റിവൈറൽ ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു 14 ഡേയ്സിൽ ആക്ച്വലി യുവർ വൈറൽ ലോഡ് ഈസ് ഗോൺ. പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസീസ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വൈറസ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന സെക്കൻഡറി പ്രോബ്ലംസാണ് നടക്കുന്നത്. അവിടെ ഈ ലേറ്റ് സ്റ്റേജിൽ വീണ്ടും കൊണ്ടുപോയി നമ്മൾ ആൻറ്റിവൈറസ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഫോർ എ സേക്ക് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്കത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി അക്വേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ആയിട്ടുള്ള ന്യൂമോണിയ ആണെങ്കിൽ അത് നാഷണൽ ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള ആൻറ്റിബാക്ടീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ മെക്കാനിക്കൽ വെന്റിലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഈ ഇതുവരെ ഞാൻ പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ, ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, സയൻറ്റിസ്റ്റുകൾ 2 ഗ്രൂപ്പിലാണ് ഇതിനെ സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന്,
ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ്. ആ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ഏർലി സ്റ്റേജിലാണ് എഫക്റ്റീവ് ആകുന്നത്. അപ്പം പേഷ്യൻസ് അത് അറിയണമെന്ന് പോലും ഇല്ല. ഇപ്പോൾ എനിക്കിപ്പോൾ COVID-19 ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ അറിയണമെന്നില്ല. ഞാൻ ചിലപ്പോൾ 7 അല്ല 14 ഡേയ്സിന് ശേഷമായിരിക്കും ഇതിലേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം വൈറൽ ലോഡ് കഴിഞ്ഞു കാണും. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏർലി ഡിറ്റക്ഷൻ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻറ്റിവൈറൽ ഡ്രഗ് എഫക്റ്റീവ് അല്ലാണ്ട് മാറുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഏർലി സ്റ്റേജിൽ ക്ലിനിഷ്യൻസ് യൂസ് ചെയ്ത 2 ഡ്രഗുണ്ട്. ഒന്ന് ടമിഫ്ലൂ എന്ന് പറയുന്ന ഡ്രഗ്. അത് ബേസിക്കലി ഇൻഫ്ലുവൻസയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ യൂസ് ചെയ്ത ഡ്രഗാണ് കലീട്ര, അല്ലെങ്കിൽ അതിൻ്റെ മോളിക്യൂൾ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോപ്പിനാവിൾ റെറ്റിനാവിൾ എന്ന് പറഞ്ഞ 2 കോമ്പൗണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ ഡ്രഗ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഡ്രഗാണ്. അത് പ്രോട്ടിയേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷനിലെ ഒരു ക്രിട്ടിക്കൽ എൻസൈമാണ്. അത് ഇല്ലെങ്കിൽ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ബേസിക്കലി ഈ ഡ്രഗ് യൂസ് ചെയ്തിരുന്നത് HIV-1 HIV-2 എതിരായിട്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഡ്രഗിനെ യൂസ് ചെയ്യുന്നതിൻ്റെ റാഷണൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി SARS-CoV-2 is a virus similar to HIV, not similar to HIV, potentially the drug may be effective എന്നുള്ളൊരു കൺസെപ്റ്റ് മതി. അതായത് ബ്ലൈൻഡ് തെറാപ്പി ആയിട്ട് തന്നെ യൂസ് ചെയ്തതാണ്. പക്ഷേ ഇതിന് ഏതെങ്കിലും രീതിയിലൊരു റിയൽ മീനിങ് ഫുൾ ഔട്ട്കം ഇപ്പം ചൈനയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ യൂറോപ്യൻ ഇതിലായിക്കോട്ടെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിപ്പോൾ റൺ ചെയ്യുന്ന സ്റ്റഡിയിൽ ലാർജ് 2 സ്റ്റഡീസ് ഉണ്ട്. ഒന്ന് അക്കോർഡല്ല റീമാപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റിക്കവറി എന്ന് പറയുന്ന ഒരു സ്റ്റഡി. അതിനകത്ത് റിക്കവറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയാണ്. റീമാപ്പ് ഒരു യൂറോപ്യൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഈ 2 സ്റ്റഡി ഇതിനകത്തും യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഈ പറയുന്ന ലോപ്പിനാവിർ റെറ്റിനാവിർ കോമ്പിനേഷൻ എന്ന് പറയുന്ന HIV-1 HIV-2 വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഡ്രഗ്. ഈ ഡ്രഗ് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഒരു മീനിങ് ഫുൾ ഡേറ്റ ഒന്നും കണ്ടിട്ടില്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ അറിയാമല്ലോ, ഇത് ഒറിജിനലി ക്വിനീനായിട്ട് ഏകദേശം 630 മുതലുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് മനുഷ്യരാശിക്ക് പരിചയമുള്ളതാണ്. ഇതൊരു പ്ലാന്റിൽ നിന്ന് വരുന്നതാണ്. സിങ്കോഡ എന്ന് പറയുന്ന ബാർക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. അതിനെ പിന്നെ ഹൈഡ്രോക്സിക്ലോറോക്വിനായിട്ട് മാറ്റി ക്ലോറോക്വിനായി. അത് പിന്നെ ഹൈഡ്രോക്സിക്ലോറോക്വിനായി ഏകദേശം 1950s മുതൽ ലൈസൻസ്ഡ് ആയിട്ട് ഉള്ള FDA ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് ആൻറ്റിമലേറിയൽസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. കറൻ്റ്ലി അത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന റൊമറ്റോയിഡ് ആർത്രൈറ്റിസിലും സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ്. ബേസിക്കലി അതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റാണ്. അതായത് ഇൻഫ്ലമേഷനെ കുറയ്ക്കുക ആണ്. അത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനെ ഒരു ബേസിസ് ഉള്ളൊരു ഡിസീസ് ആയതുകൊണ്ട്. അപ്പം ഈ ഹൈഡ്രോക്സിക്ലോറോക്വിനെ കുറിച്ചും പ്രത്യേകിച്ച് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയൊന്നും ഇതുവരെ, അല്ലെങ്കിൽ ഒരു ഡേറ്റയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 സ്റ്റേജിൽ ആദ്യമായിട്ട് ഡോക്ടേഴ്സ് പരീക്ഷിക്കുന്നത്. അതായത് ഈ ആൻറ്റിവൈറൽ ഡ്രഗ് HIV ഉണ്ടായിരുന്ന ഡ്രഗും ഹൈഡ്രോക്സിക്ലോറോക്വിനാണ്. ഇൻ ബിറ്റ്വീൻ അസിത്രോമൈസിൻ ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ അവർ ആസ് എ ബ്ലൈൻഡ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷമാണ് ഈ പറയുന്ന റെംഡെസിവിർ എന്ന് പറയുന്ന ഡ്രഗ് വന്നത്. റെംഡെസിവിർ ആസ് എ സെഡ് ഏർലിയർ ഗിലിയാഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ഇബോളയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ്. ആ സ്റ്റഡി ACTT എന്ന പേരിലുള്ള സ്റ്റഡി ഞങ്ങൾ റൺ ചെയ്തിരുന്നു. അത് ഒരു ഫെബ്രുവരി മിഡ് മുതൽ മാർച്ച് 2nd വീക്ക് വരെ ഈ ഡ്രഗ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു. അഗെയിൻ ഈ ഡ്രഗിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ബേസിക്കലി വൈറൽ ലോഡിനെ കുറയ്ക്കുക, സോ റെപ്ലിക്കേഷൻ കുറയ്ക്കുക എന്നാണ്. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ 4-5 ആഴ്ചയോളം ഈ ഡ്രഗ് ഞങ്ങൾ ട്രൈ ചെയ്തു. അതിന് ശേഷം മെയ് 1st വീക്കിലാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഔട്ട്കം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മെയ് 1st വീക്കിൽ അതിൻ്റെ ഏർലി ഔട്ട്കം, അതായത് ഡേറ്റ ക്ലെയിം ചെയ്തിട്ടില്ല, സ്റ്റിൽ പ്രൈമറി ഡേറ്റ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ ഡിസ്ചാർജിൻ്റെ ബേസിസിൽ ആ ഒരു പ്രിലിമിനറി ഔട്ട്കം പബ്ലിഷ് ചെയ്തു. അതിനകത്ത് പറയുന്നത് നോർമലി ഉള്ള 15 ഡേയ്സിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, 15 ഡേയ്സ് ഓഫ് ഡിസ്ചാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഈ റെംഡെസിവിർ യൂസ് ചെയ്ത ഡ്രഗ് യൂസ് ചെയ്ത പേഷ്യൻസിൽ ഏകദേശം 12 to 13 ഡേയ്സിനുള്ളിൽ ഈ പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പം ഏർലി ഔട്ട്കം എന്ന് പറയുന്നത് ബേസിക്കലി ഹോസ്പിറ്റൽ സ്റ്റേ ലെങ്ത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ആൻറ്റിവൈറൽ സ്ട്രാറ്റജി സോഫാർ ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന ഒരു 2 ഡ്രഗാണ് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് റെംഡെസിവിർ മാത്രമേ എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ഔട്ട്കം കാണിച്ചിട്ടുള്ളൂ. ഈ ഡേറ്റ ഇപ്പോൾ ഈ ആഴ്ച സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി അത് ഡേറ്റ ക്ലീൻ ചെയ്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ മറ്റ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ സ്റ്റേജ് 2 എൻഡിലാണല്ലോ ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ ഇവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മാർക്കേഴ്സ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പേഷ്യൻസിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ് ഹെവി ആയിട്ട് വരുന്നതെന്നുള്ള ഒരു അനാലിസിസ് നടത്തി. അതിനകത്ത് ഒരു റേഞ്ച് ഓഫ് ടൈപ്പ് ഇപ്പോൾ ഇന്റർലോക്കിൻ 6 to ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ വേർഡുകളാണ്. ഇത് നോർമലി ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാർക്കേഴ്സിൻ്റെ ഹെവി ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഈ മാർക്കേഴ്സിൻ്റെ ഒരു ഹെവി പ്രസൻസ് നമ്മുടെ ബ്ലഡിലുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വെച്ച് ഇപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഈ ഒരു സിഗ്നലിംഗ് പാത്വേ കൂടെയാണെന്ന് മനസ്സിലാക്കിയാണ് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ ചില ആൻറ്റി ക്യാൻസർ ഡ്രഗുകൾ, ലുക്കീമിയയ്ക്ക് ഉപയോഗിക്കുന്ന ചില ഡ്രഗുകളൊക്കെ ഇവർ പരീക്ഷിക്കാൻ തുടങ്ങി. അതിനകത്ത് 2 ഡ്രഗുകൾ ഇപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് റെക്സോലെറ്റിനിബ് എന്ന് പറയുന്നൊരു ഡ്രഗാണ്. റെക്സോലെറ്റിനിബ് ബേസിക്കലി മൈലോഫൈബ്രോസിസിന് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ലുക്കീമിയാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ലൈസൻസ്ഡ് പ്രോഡക്റ്റാണ്. ആ ഡ്രഗിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ന്യൂമോസൈറ്റിക് സിൻഡ്രം അല്ലെങ്കിൽ ഈ ലങ്സിൻ്റെ ഹെവി ഇൻഫ്ലമേഷനെ കുറയ്ക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇൻഫ്ലമേറ്ററി സ്റ്റോംസിനെ സപ്രസ് ചെയ്ത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും അതുവഴി ലങ്സിന് കൂടുതൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഫെസിലിറ്റേറ്ററാണ്, അല്ലാണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വൈറസിനെ കിൽ ചെയ്യുന്ന ഒരു ഡ്രഗ് അല്ല. അതേപോലെ തന്നെ ടൊക്കലിസിമാബ് എന്നും പറഞ്ഞൊരു ഡ്രഗ്, അഗെയിൻ ഈ ഡ്രഗ് ലൈസൻസ്ഡ് ആണ്, ഓൾറെഡി മറ്റൊരു ഡിസീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് ഹെവി ലിംഫോമ ഉള്ള പേഷ്യൻസിനെ നമ്മൾ ഹെവി ആയിട്ട് കീമോതെറാപ്പി കൊടുത്തു കഴിയുമ്പോൾ ഒരു ട്യൂമർ ലൈസിസ് സിൻഡ്രം എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഹെവി ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രഗാണ് ഈ ടൊക്കലിസിമാബ്. അപ്പോൾ ആ പ്രോസസ്സിൽ നടക്കുന്ന ഇൻഫ്ലമേഷനും ആ ഇൻഫ്ലമേഷൻ മാർക്കേഴ്സും സെയിം ആണ് ഈ ഡിസീസിലും. അതായത് COVID-19 എൻഡ് സ്റ്റേജിലും ഇതേ മാർക്കേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ റാഷണൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കളക്റ്റീവ്ലി ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലായത്. അപ്പം ഡിസീസ് എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ 2 ഡ്രഗ് ഞാൻ പറഞ്ഞു, റെക്സോലെറ്റിനിബ്, ടൊക്കലിസിമാബ്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് 2 ഡ്രഗുകൾ പറയുന്നത് ബാരിസിറ്റിനിബ് എന്ന് പറഞ്ഞ ഡ്രഗാണ്. ബാരിസിറ്റിനിബ് അഗെയിൻ വേറൊരു ഡിസീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്സ്. അപ്പം ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ഡ്രഗ്, ഒരു ക്ലിയർ ആയിട്ടൊരു ആൻറ്റി വൈറൽ ഡ്രഗ് ഇല്ല, ക്ലിയർ ആയിട്ട് ഉള്ള നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു ഡ്രഗ് ഇല്ലാത്തതുകൊണ്ട് ഡിസീസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് കറൻ്റ്ലി ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരു ഡെഫിനിറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രോട്ടോക്കോളൊന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ലാസ്റ്റ് സ്റ്റേജിലേക്ക് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യം ഓക്സ്ഫോർഡിൽ നിന്നുള്ള വാക്സിനാണ്. ഇപ്പോൾ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ കമ്പൈൻ ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വാക്സിനാണ്. ഈ വാക്സിൻ്റെ phase 1 സ്റ്റഡി നിങ്ങളിപ്പം BBC-യിലൊക്കെ ഇതിൻ്റെയൊക്കെ ന്യൂസ് കണ്ടു കാണും. ഇവർ വാക്സിൻ ഡെവലപ്പ് ചെയ്തു. ബേസിക്കലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസിൻ്റെ സ്പൈക്സ് കാണുമല്ലോ, നമ്മളിങ്ങനെ കോർത്ത് നിൽക്കുന്ന ഇതിൻ്റെ പുറത്തെ ആ ഷേപ്പ് ഉണ്ടല്ലോ, അതിന് പറയുന്ന എസ് പ്രോട്ടീൻ എന്നാണ്. അപ്പോൾ ഈ എസ് പ്രോട്ടീൻ്റെ ഒരു
ലിങ്ക് കൊണ്ടാണ് ഇത് നമ്മളുടെ സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. സോ ബേസിക്കലി 2 റിസപ്റ്റേഴ്സാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ എയ്സ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറയുന്ന ഒരു റിസപ്റ്ററും പിന്നെ AXL റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ടൈറോസിൻ കൈനസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഓഫ് റിസപ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഇതിലേക്ക് ഈ സ്പൈക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ സെല്ലിലേക്ക് ഇതിൻ്റെ ബോഡി ഈ വൈറസ് ഇതിൻ്റെ ബോഡി മെറ്റീരിയൽസ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി ഈ സ്പൈക്ക് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇതിൻ്റെ ആൻറ്റിജനായിട്ട് അതിനൊരു പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആൻറ്റിജൻ. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മുടെ ബോഡിയിൽ എന്താ നടക്കേണ്ടത്, ഈ ബോഡിയിൽ നമ്മൾക്ക് ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതുണ്ടാകുന്നത്. അത് നമ്മുടെ ബോഡിക്ക് നാച്ചുറലി അത് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ ബോഡി ഈസ് നോട്ട് യൂസ് ടു ഈ ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിജൻ. സോ അതിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം സൈലൻ്റ് ആണ് അല്ലെങ്കിൽ നൈവാണ്. ഇങ്ങനെ ഒരു ആൻറ്റിജനെ ഇതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഹെവി സ്റ്റോം ഉണ്ടായി കഴിയുമ്പോഴാണ് ബോഡി പെട്ടെന്ന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യും ഈ പറയുന്നത്. അതിന് ആ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും ലേറ്റ് ആയി പോകും. അപ്പോൾ ഈ വാക്സിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് അഡിനോ വൈറസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസിൻ്റെ അത് അഡിനോ വൈറസിനെ നമ്മൾ വളരെ എക്സ്റ്റെൻസീവായിട്ട് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വൈറസാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെപ്ലിക്കേഷൻ ഫാക്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗുഡ് അതിൻ്റെ ഒരു വെക്ടറിനെ അതിൻ്റെ കേസിനെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഡെലിവറി സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടറിനെ നമുക്ക് ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട മെറ്റീരിയലിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഇറ്റ് ഹാസ് ദ സെയിം എബിലിറ്റി ടു പെനിട്രേറ്റ് ദ സെൽ ആൻഡ് ഇറ്റ് ഹാസ് ദ സെയിം എബിലിറ്റി ടു ഇൻസേർട്ട് ഇറ്റ്സ് മെറ്റീരിയൽ ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് ദ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. അപ്പോൾ ഓക്സ്ഫോർഡ് വാക്സിന് സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൈക്ക് പ്രോട്ടീൻ്റെ കോഡിങ്ങിനെ എടുത്ത് ഈ അഡിനോ വൈറസിൻ്റെ വെക്ടറിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് അപ്പോൾ സംഭവിക്കുന്നത് തന്നെ ഈ അതിനെ ഒരു ഡ്രഗ് കോമ്പൗണ്ടായിട്ട് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം നമ്മുടെ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യുകയും സെല്ലിനകത്തോട്ട് ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആൻറ്റിബോഡി ഒരു വാക്സിനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഡ്രഗ് അതായത് ഈ ഓക്സ്ഫോർഡ് വാക്സിൻ കറൻ്റ്ലി ഫേസ് 1 കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഡേറ്റ കണ്ടതാണ്. ബേസിക്കലി വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആസ്ട്രസെനിക്ക എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇറ്റ്സ് എ ഗ്ലോബൽ ജയൻറ്റ്. അവർ ഇതിൻ്റെ റൈറ്റ് എടുത്തേക്കാണ്. ഓൾറെഡി അവർ അതിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അഗ്രീഡാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ സീറം വാക്സിൻ എന്ന് പറഞ്ഞ് സീറം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് തോന്നുന്നു അതിൻ്റെ മാനുഫാക്ചറിങ് സബ് കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻസ് നടക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതുവരെ കഴിഞ്ഞത് ഫേസ് 1 ആണ്. ഹാർഡ്ലി ഒരു 100 ഹെൽത്തി വോളണ്ടിയേഴ്സ് ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഹോസ്പിറ്റൽ ഈ പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഫേസ് 1 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫേസ് 2 ഞങ്ങളുടെ സൈറ്റിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ്. 28 അല്ലെങ്കിൽ 27-ാം തീയതി മെയ് മാസം 27 അല്ലെങ്കിൽ 28-ാം തീയതി ഫേസ് 2ലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പം ഈ ഡ്രഗ് -80-ലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. വെരി നെയ്സെൻറ്റ് മോളിക്യൂളാണ്. ഡ്രഗ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. വെരി നെയ്സെൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. ഇതിനകത്ത് സ്റ്റെബിലൈസേഴ്സോ അല്ലെങ്കിൽ സാധാരണ നമുക്ക് വാക്സിനിൽ കിട്ടുന്ന ഇതിനെ എക്സ്പയറി കൂട്ടാനോ ഇങ്ങനെയുള്ള ഒരു ഒന്നുമില്ല. പ്യൂർലി നെയ്സെൻറ്റ് നേക്കഡ് മോളിക്യൂൾ. ഈ സാധനത്തിനെ -80 എടുത്ത് അതിനെ ഒരു വിത്തിൻ 1 hour നമ്മൾ ഈ ഹെൽത്തി വോളണ്ടിയേഴ്സിൽ അഡ്മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ 1500 ഹെൽത്തി വോളണ്ടിയേഴ്സിലേക്ക് ഇത് നമ്മൾ ഈ ഫേസ് 2 ഞങ്ങളുടെ സെൻറ്ററിൽ തന്നെ മാത്രം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അക്രോസ് UK ഏകദേശം 5000. അപ്പോൾ ഈ ഫേസ് 2 ഈ 5000 to 6000 ഹെൽത്തി വോളണ്ടിയേഴ്സിനെ ഡോസ് ചെയ്ത് അതിൻ്റെ ഡേറ്റ എടുത്തതിന് ശേഷം ആ ഡേറ്റയെ ക്ലീൻ ചെയ്ത് അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ജൂൺ മിഡെങ്കിലും 2 weeks ആണ് ഈ ഡോസിങ് പീരീഡായിട്ട് എടുത്തേക്കുന്നത്. അടുത്ത 2 weeksനുള്ളിൽ ഡേറ്റ കിട്ടുമായിരിക്കും. ഡേറ്റ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ജൂൺ മിഡോടുകൂടി ഫേസ് 3 കഴിയും. അതേ പാരലിൽ തന്നെ ഈ ഫേസ് 3യും സംഭവിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇബോള വാക്സിൻ അതായത് നമുക്കറിയാവുന്ന ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് എന്ന് പറയുന്ന ഇബോള വാക്സിൻ കണ്ടുപിടിച്ചതാണ്. അതിന് നമുക്കെടുത്ത സമയം ഏകദേശം 5 വർഷമാണ്. ഈ 5 വർഷത്തിനെയാണ് നമ്മളിപ്പോൾ 8 മാസമായിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ കിടക്കുകയാണ്. അപ്പം ഫേസ് 2ഉം ഫേസ് 3യും
ഏകദേശം പാരലായിട്ട് നടക്കുകയും ഈ പറയുന്ന ആസ്ട്രാസെനിക്ക എന്ന് പറയുന്ന ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ജയന്റ് ഇതിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുകയും മാർക്കറ്റിംഗ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ വാക്സിൻ മാക്സിമം നമുക്ക് പുറത്ത് കിട്ടാൻ പോകുന്നത് ബേസിക്കലി ഒരു ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ടൈമിലായിരിക്കും. അങ്ങനെ വന്നാൽ പോലും മാക്സിമം എത്ര മില്യൺസ് ഓഫ് ഡോസസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, ഫോർ എക്സാമ്പിൾ സേഫ്റ്റി ഇഷ്യൂസ്, ഇപ്പോൾ ഫേസ് 2 ആയിട്ടേ ഉള്ളൂ. ഫേസ് 2 എന്തെങ്കിലും സേഫ്റ്റി കൺസേൺസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകും? ഫേസ് 1 ഡേറ്റ അനുസരിച്ച് ഞാൻ കണ്ട അനുസരിച്ച് ലോക്കൽ റിയാക്ഷൻസ്, അതായത് ഇഞ്ചക്ഷൻ സൈറ്റിൽ ഉണ്ടായിട്ടുള്ള 1-2 കേസുകൾ, പിന്നെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫേസ് 2 ഒരു എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ വാഫറിന് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ എടുക്കുന്നവർക്കത് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്ലീഡിങ് ഡിസോർഡർ ഉണ്ടായി വാക്സിനേഷന് ശേഷം, അത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഇഫ് എവറിത്തിങ് ഗോസ് വെൽ, എല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബർ ജാനുവരി ടൈമിൽ ഏർലി മോളിക്യൂൾസ് ഈ വാക്സിൻ്റെ ഏർലി ഡ്രഗ് ഫേസും ചെയ്യും. അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ആർക്കാണ് ആദ്യം കൊടുക്കുക? ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക, യങ്സ്റ്റേഴ്സിനായിരിക്കുകയില്ല. അപ്പം ഇവിടെ മിക്കവാറും ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്ന ഒരു എബോവ് 80 അണ്ടർലൈൻ കണ്ടീഷൻസിനുള്ള പേഷ്യൻസിന് ഇതിന് ആദ്യത്തെ ഡോസ് കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അപ്പം ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഗ്ലോബൽ വാക്സിനേഷൻ പ്രോഗ്രാം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം മുതൽ 2 വർഷം വരെയുള്ള സമയമെടുക്കും. അതായത് ഇത്രയും പീരീഡിലേക്ക് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഓക്സ്ഫോർഡ് വാക്സിൻ്റെ സ്റ്റാറ്റസ്. എൻ്റെ അറിവനുസരിച്ച് ഇപ്പം പിന്നെ അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് കമ്പനി ഇതിനെക്കുറിച്ച് ആദ്യത്തെ ഫസ്റ്റ് ഹ്യൂമൻ ഡോസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അതിനെക്കുറിച്ച് പിന്നീട് സബ്സിക്വൻറ്റ് ന്യൂസസ് ഒന്നും വന്നിട്ടില്ല. ഇറ്റലിയിൽ ഇൻവീട്രോ ആൻറ്റിബോഡി, ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മീഡിയ എല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റാലിയൻസ് ഫസ്റ്റായിട്ട് ഇത് കണ്ടുപിടിച്ചു എന്നുള്ളത്. പക്ഷെ അത് ലാബിൽ നടന്നൊരു ടെസ്റ്റിംഗ് ആണ്. ലാബിൽ ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ച് അതിൻ്റെ ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ ആൻറ്റിവൈറസിനെ സ്റ്റെബിലൈസ് ചെയ്തു എന്നതിനർത്ഥം അത് ബോഡിയിൽ കിട്ടുമെന്നുള്ളതായിരിക്കാം, കിട്ടാമായിരിക്കാം. അവർ ഫേസ് 1 ഫേസ് 2 അല്ലെങ്കിൽ 3 വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സും നടക്കാം, അറിയില്ല. പക്ഷേ നിലവിൽ ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ വാക്സിൻ ഹോപ്പ്ഫുള്ളി ബൈ ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ഔട്ടാവും. ഇതോടൊപ്പം തന്നെ നടക്കുന്ന ഒരു 1-2 ഡ്രഗ് ഡിസ്കവറിയെക്കൂടെ ഞാൻ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു റീകോമ്പിനൻറ്റ് ഇൻ്റർലൂക്കിൻ 7 ഇൻഹിബിറ്റർ എന്നും പറഞ്ഞൊരു ഡ്രഗ് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഒറിജിനലി ഈ ഡ്രഗ് ഡെവലപ്പ് ചെയ്തത് ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗായിട്ടാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ COVID-19 അല്ലെങ്കിൽ SARS-CoV-2 ഇൻഫെക്ഷനിൽ ഒരു വൺ ഓഫ് ദ പാതോഫിസിയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സൈലൻസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ഒരു വൈറസ് ബോഡിയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ആസ് ആൻ ആൻറ്റിജൻ സിസ്റ്റത്തിന് അത് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സെല്ലുലാർ ലെവലിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിംഫോപീനിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ബി സെൽ അല്ലെങ്കിൽ ടി സെൽ എന്ന് പറയുന്ന നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സെൽസിനെ സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലൈൻഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിനെ വീണ്ടും റീജുവിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഈ ഡ്രഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡ്രഗിന് പേരില്ല, കറൻ്റ്ലി അത് ഇട്ടേക്കുന്ന CYT-107 എന്നാണ്. ഒറിജിനലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആൻറ്റി ക്യാൻസർ ആയിട്ടുള്ള ഒരു ഡ്രഗായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ അതിനെ റീപർപ്പസ് ചെയ്യുന്നു. ഈ റീപർപ്പസിങ് എന്ന് പറയുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു വേർഡ് ഇപ്പം നമ്മൾ കേൾക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം കലീട്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോപ്പിനാർ ഈ HIV 1 and 2 ട്രീറ്റ് ചെയ്യുന്നത്, അതിനെ COVID-19 വേണ്ടി റീപർപ്പസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽ സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 ഡ്രഗുകളെങ്കിലും എൻ്റെ അറിവിൽ ഫേസ് 1 ഡ്രഗുകൾ റീപർപ്പസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയും. നോർത്തേൺ അയർലൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെൽ തെറാപ്പി കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങളുടെ സൈറ്റിൽ ആക്ടിവേറ്റ് ചെയ്തത്. ബേസിക്കലി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രഗ്നൻറ്റ് പേഷ്യൻസ് മൺസ് കുട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന റിഡൻഡൻ്റ് ആയിട്ടുള്ള അംബ്ലിക്കൽ കോഡിലെ സെല്ലിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഇതിനെ ലാബിൽ കൾച്ചർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സെൽസ് ബേസിക്കലി ഇത് അഡ്വാൻസ് തെറാപ്പിയാണ്. ആ അഡ്വാൻസ് തെറാപ്പിക്കുള്ളിൽ സെൽ തെറാപ്പി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഡ്രഗ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരുടെ ഇനിഷ്യൽ ടാർഗറ്റ് ഈ COPD എന്ന് പറയുന്നത് നമ്മുടെ കമ്പൾസീവ് ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡർ, നമ്മുടെ ലങ്സിനുണ്ടാകുന്ന ഈ ഡിസോർഡറിൻ്റെ എൻഡ് സ്റ്റേജിൽ ലങ്സ് കൊളാപ്സ് ആകുന്ന ഒരു സ്റ്റേജ് വരും. അതായത് ഹെവി സ്മോക്കേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് COPD ബേസിക്കലി ഉണ്ടാകുന്നത്. ഈ COPD എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലങ്സിൻ്റെ മസിൽ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് ലങ്സിന് പിന്നെ ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു മസിൽ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ ആ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒറിജിനലി ഇവർ phase 1 സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ഒരു സെൽ തെറാപ്പിയാണിത്. ഞങ്ങൾക്ക് 1.5 വർഷത്തിനിടയ്ക്ക് അങ്ങനെ ഒരു പേഷ്യൻസിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഡോസ് ചെയ്യാനും പറ്റിയിട്ടില്ല. ആ ട്രയലിനെ ഇവർ റീപർപ്പസ് ചെയ്ത് ഈ ഹെവി സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഉള്ള പേഷ്യൻസ്, അതായത് ലിറ്ററലി ലങ്സ് കൊളാപ്സ് ആയി പോയ പേഷ്യൻസിലേക്ക് കൊടുക്കാൻ റീപർപ്പസ് ചെയ്തത്. അത് MHRA ഞങ്ങൾ ഇവിടുത്തെ UK റെഗുലേറ്ററി ബോഡി അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പല സ്റ്റഡീസും റീപർപ്പസ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഡ്രഗ്, ഈ റീകോമ്പിനൻറ്റ് ഇന്റർലൂക്കിൻ 7 സൈറ്റ് 107 എന്ന് പറഞ്ഞ ഈ ഡ്രഗ് അങ്ങനെ റീപർപ്പസ് ചെയ്ത് വന്നേക്കുന്നതാണ്. ബേസിക്കലി ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള T സെൽസിനെയും അല്ലെങ്കിൽ B സെൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റിയെ ഇത് എന്താ പറയുക സെൻസിറ്റൈസ് ചെയ്യുക, അതുവഴി ഈ പറയുന്ന ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ വേറൊരു ഡ്രഗ് വന്നിട്ടുള്ളത് ഇപ്പം ഗ്ലാക്സോ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന ഡ്രഗ് AXL എന്ന് പറയുന്ന ഒരു ടൈറോസിൻ കൈനേസ് റിസപ്റ്റാറിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു പർട്ടിക്കുലർ റിസപ്റ്റാറിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോവിഡ് അല്ലെങ്കിൽ SARS-CoV-2 വൈറസിൻ്റെ ഈ സ്പൈക്സ്, ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഈ സ്പൈക്സ് പോയി അറ്റാച്ച് ചെയ്യുന്ന ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന 2 റിസപ്റ്റാഴ്സാണ്. ഒന്ന് ACE അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് റിസപ്റ്റാർ, പിന്നെ AXL എന്ന് പറയുന്ന ഒരു റിസപ്റ്റാഴ്സാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. 2 ആഴ്ച മുമ്പ് വരെ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ACE എന്ന് പറയുന്ന ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ബേസിക്കലി പറയുന്നത് ഈ AXLൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത്. അതിൻ്റെ റാഷണൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ AXL ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഇപ്പോൾ ഞങ്ങളെ ഇവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ സെറ്റപ്പിലാണ്, ട്രയൽ സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൺവേർട്ട് ഈ വൈറസ് പോയി ഈ റിസപ്റ്ററിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അതായത് ഡ്രഗ് പോയി നേരത്തെ ഇതിനെ ബ്ലോക്ക് ചെയ്യുക, സോ ഇതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ഇത് ഒരു പ്രിവെൻറ്റേറ്റീവ് മെക്കാനിസമാണ്. അതേപോലെ തന്നെ വേറൊരു ഡ്രഗ് ACE അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് 2 റിസപ്റ്റാർസ്. അപ്പോൾ ആ റിസപ്റ്റാറിലേക്ക് ഈ കൊറോണ വൈറസ് പോയി അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതിനെ ഒരു സ്ട്രാറ്റജിക്കലി ഇതിൻ്റെ സക്സസ് ഡൗട്ട്ഫുള്ളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ACE സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് തന്നെ വളരെ ഹെവി ആയിട്ട് നമ്മുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ACE ഇൻഹിബിറ്റേഴ്സ് എന്നും പറഞ്ഞൊരു റേഞ്ച് ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഉണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം നിങ്ങൾ പലരും കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം എനലാപ്രിൽ, റാമിപ്രിൽ, ലിസിനോപ്രിൽ എന്നൊക്കെ പറഞ്ഞ ഡ്രഗ് ACE ഇൻഹിബിറ്റർ ഇതേ സെയിം ടാർഗറ്റിൽ ചെയ്യുന്ന ഡ്രഗുകളാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കത് ഒരു ഫെബ്രുവരി ജാനുവരി ടൈമിലൊക്കെ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നൊക്കെ ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഈ ഐബുപ്രൂഫൻ ഭയങ്കരമായിട്ട് ഈ പേഷ്യൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് എടുക്കുന്നവരെ ഈ ഡിസീസ് വേഴ്സ് ആക്കുന്നു എന്നൊക്കെയുള്ള ഒരു തിയറി വരുന്നുണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് വരുന്ന ഇതാണ്. ഈ ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഡ്രഗാണ്. അത് കഴിക്കുന്നവരിൽ കൂടുതൽ ഇതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ എന്താവും, ഈ വൈറസിന് ഇതിലേക്ക് കൂടുതൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. പക്ഷേ വൈറസ് അറ്റാച്ച് ചെയ്യുന്ന ACE2 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇതിനാണ്. ACE1 അല്ല, ACE2-ലാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് പിന്നീട് ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോറി, ഞാൻ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ലേറ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം.
അപ്പോൾ ഈ ACE2 ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഇതിൽ ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ഉണ്ട്. അതും നിങ്ങൾ പലരും അറിയുന്ന ഡ്രഗ് ആയിരിക്കും. ഇപ്പോൾ കാൻഡസാർട്ടൻ, ഡൊസാർട്ടൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്. ഈ പറഞ്ഞ ഡ്രഗുകൾ ഒരു പരിധി വരെ ചിലപ്പം യൂസ്ഫുൾ ആകാം എന്നുള്ള ഒരു തിയറി ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിലവിൽ ഒരു ആസ് എ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസിംഗ് ആയിട്ടുള്ള 2 ഡ്രഗേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, റെംഡെസിവിർ എന്ന് പറഞ്ഞ ഡ്രഗാണ്. അതിൻ്റെ ഏർലി ഡേറ്റയാണ്. ഹോസ്പിറ്റൽ സ്റ്റേ 15 ദിവസത്തിൽ നിന്ന് 13 ദിവസമായിട്ട് കുറയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ നിലവിലുള്ള ഔട്ട്കം. പക്ഷേ ഈ സ്റ്റഡിയുടെ ഡേറ്റ ഇതുവരെ ലോക്ക് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റ്സുകളിൽ, ക്ലിനിക്കുകളിൽ നിന്ന് ഡേറ്റ ഇപ്പോഴും അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സൈറ്റാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ റിക്രൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഏർലി ഇതുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഏർലി സ്റ്റേജിൽ അമേരിക്കൻ പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഡിക്ലറേഷൻ നടത്തിയിരുന്നു. അത് ആദ്യത്തെ ഡേറ്റയിൽ നിന്ന് കിട്ടിയ ഡിക്ലറേഷനാണ്. അതവർ ഇപ്പം FDA അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു, റെംഡെസിവിർ ആസ് എ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇൻ റിയൽ വേൾഡ് ഇതിൽ നിന്ന് കിട്ടാവുന്ന 15 ദിവസം തങ്ങുന്നതിന് പകരം 13 ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ തങ്ങും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ഔട്ട്കം സോഫാർ വന്നിട്ടുള്ളൂ. ചിലപ്പം ഫർദർ ഡേറ്റ അനാലിസിസിൽ ഒരു ബ്രോഡർ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സെക്കൻഡായിട്ട് നമുക്കുള്ള ഏക ഹോപ്പ് എന്ന് പറയുന്നത് ഈ ഓക്സ്ഫോർഡ് വാക്സിനാണ്. വേറെ ഡ്രഗുകളൊക്കെ ഈ പറയുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡ്രഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ലാർജ് എക്സ്റ്റെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാകും. കാരണം ഈ പറയുന്ന ഡ്രഗുകളുടെ പാത്വേസ് എല്ലാം ഓൾറെഡി നോൺ ആണ്. അതുകൊണ്ട് ആ പാത്വേസിൽ ഈ ഡ്രഗ്സ് വർക്ക് ചെയ്യുകയും ഇൻഫർമേഷൻ സ്റ്റോംസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സ്ട്രാറ്റജിക്കലി വേറെ ഒരു കാര്യം, വേറൊരു ഡ്രഗ് ബേസിക്കലി അവർ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെംഡെസിവിറിനെ കുറിച്ച് ഇപ്പോൾ ഒരു സുഹൃത്ത് ആണെന്ന് ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളത്. റെംഡെസിവിർ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഈ വൈറസ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സെല്ലിനകത്ത് കടന്ന സൈറ്റോപ്ലാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഈ കൺവേർഷൻ വേണ്ട ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പോളിമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഈ പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒറിജിനൽ RNA കൺവേർട്ട് ചെയ്തു വരുന്ന ആ കോപ്പി ഡിസ്ഫോംഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഡിസ്ഫോംഡ് ആയിട്ടുള്ള RNA കോപ്പിക്ക് പ്രോപ്പറായിട്ട് നെക്സ്റ്റ് പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇമ്മച്ചുറായിട്ട് ഈ പറയുന്ന വൈറസ് ഡൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ റെംഡെസിവിറിനെ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് ആഡ് ചെയ്തപ്പോൾ ഈ പ്രോട്ടിയേസിലേക്ക് ഇതിൻ്റെ ഈ RNAയിലേക്ക് ഇത് ഇൻ്റർകലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻ്റർകലേറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് നെക്സ്റ്റ് കോപ്പി ഉണ്ടാകുമ്പോൾ ആക്ച്വലി ലിറ്ററലി ഇറ്റ്സ് എ ഡിഫോംഡ് കോപ്പി. സോ ഇറ്റ് കാനോട്ട് പ്രൊഡ്യൂസ് എന്താ പറയുക അടുത്ത റെപ്ലിക്കേഷൻ സ്റ്റേജ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് എന്താ പറയുക അറസ്റ്റിംഗ് ദ റെപ്ലിക്കേഷൻ. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് കലീട്ര അല്ലെങ്കിൽ ലോപ്പിനാവിർ റെറ്റിനാവിർ എന്ന് പറയുന്ന anti-HIV ഡ്രഗിൻ്റെ ഒരു പരിധി വരെയുള്ള പ്രോസസ്സ്, എക്സ്പെക്റ്റഡ് പ്രോസസ്സ്. പക്ഷേ അത് നടക്കുന്നതായിട്ട് ഇതുവരെയുള്ള ഒരു ഔട്ട്കത്തിന് ഇത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് സ്റ്റഡീസ് ലോങ് ടൈം ആണ്, ഇത് കുറേ കാലങ്ങളെടുക്കാം. ഇന്ത്യയിൽ ഹ്യൂമൻ ട്രയൽ ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമസാധ്യതകൾ എത്രത്തോളമുണ്ട് അത് എനിക്കറിയില്ല. പിന്നെ അത് ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ഓഫ് അതോറിറ്റിയാണ് അതിൻ്റെ റെഗുലേറ്ററി ബോഡി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ FDAയുടെയും അല്ലെങ്കിൽ MHRAയുടെയൊക്കെയുള്ള ഒരു ഇന്ത്യൻ കൗണ്ടർ പാർട്ടാണ് അത് ചെയ്യുന്നത്. എൻ്റെ അറിവനുസരിച്ച് ഇന്ത്യയിൽ ഒരു വേൾഡ് ക്ലാസ് റിസർച്ച് നടത്തുന്ന സ്ഥലങ്ങൾ ഒരെണ്ണം ഉള്ളത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് ഒരു സ്റ്റഡിയുടെ ഒരു സൈറ്റായിരുന്നു ടാറ്റ. അപ്പോൾ എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ബേസിക്കലി ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലിനിക്കൽ ട്രയൽസും നടക്കുന്നത് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ഹാർമണൈസേഷൻ എന്ന് പറയുന്ന ഒരു വേൾഡ് ബോഡിയുടെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്. ബേസിക്കലി ഇൻ എ നട്ട്ഷൽ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് ഞങ്ങൾ പറയുന്ന ഒരു ഇതിലാണ്. അപ്പം ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഇന്ത്യ ഹൈഡ്രോക്സിക്ലോറോക്വിൻ അമേരിക്കയ്ക്ക് വിറ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ മാനുഫാക്ചറിങ് ഹബ്. പ്രൊപ്രേറ്ററി വൈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വൈസ് ഇന്ത്യയിൽ
ഒരു FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഇന്ത്യൻ കമ്പനി ഉണ്ടാക്കിയതായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ലാബ് ഉണ്ടാക്കിയതായിട്ടോ എൻ്റെ അറിവിലില്ല. പക്ഷേ വി ആർ ഗുഡ് അറ്റ് മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഇതാണ്. മുറിവുകളിലൂടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയോ, തീർച്ചയായിട്ടും മുറിവുകളിലൂടെ വൈറസ് കയറാം, ബാക്ടീരിയ കയറാം, തീർച്ചയായിട്ടും സംഭവിക്കും. അതൊരു ഒബ്വിയസ് എന്താ പറയുക എൻട്രി പോയിൻ്റാണ്. പക്ഷേ അതിപ്പം നിങ്ങൾ എക്സ്പോസ് ചെയ്തേക്കുന്ന എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അതൊരു ഒബ്വിയസ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇന്ന നട്ട്ഷെൽ ഇതാണ് നിലവിൽ നടക്കുന്ന സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഒരു ഈ ഡിസീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനീഷ്യൻസ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് റിസർച്ച് ബന്ധപ്പെട്ട ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജി. അപ്പം എപ്പോഴും ഓർക്ക്, അതായത് ഞാൻ ICU കൺസൾട്ടൻസ് പലരും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായിട്ട് ഞങ്ങളുടെ സ്റ്റഡീസിനുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈലൻറ്റ് കില്ലറാണ്. ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഡയറക്റ്റ് നോളജ് ഉള്ള ഒരു കേസിൽ ദ പേഴ്സൺ വാസ് ആക്ച്വലി ഡ്രൈവിംഗ് എ കാർ അൺടിൽ ഹി ഫെൽറ്റ് ഇൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ആക്ച്വലി പെർഫെക്റ്റ്ലി ഫൈൻ ഫോർ 2 weeks. നെക്സ്റ്റ് ഡേ ഹി എൻഡഡ് അപ്പ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റേജിങ് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം സ്റ്റേജ് 1 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ സിംറ്റംസേ ഉള്ളൂ. പർട്ടിക്കുലർലി ഇഫ് യു ആർ ഹെൽത്തി, യങ്, ബിലോ 48 അല്ലെങ്കിൽ 40 ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മിനിമൽ സിംറ്റംസ് പോലും ഉണ്ടാവണമെന്നില്ല. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഒരു 2nd week to 3rd weekലാണ് റിയൽ മാനിഫെസ്റ്റേഷൻസ് ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സൈറ്റോകൈൻ സ്റ്റോമിൽ എത്തിയാൽ റെംഡെസിവിർ, HSQ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഡ്രഗ്സ് ഫലപ്രദമാണ്. സൈറ്റോകൈൻ സ്റ്റോമിൽ എത്തുമ്പോൾ തന്നെ ബേസിക്കലി മനസ്സിലാക്കുക നമ്മുടെ വൈറൽ ലോഡ് ഡിസപ്പിയർ ആയി കഴിഞ്ഞു. സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത് ലിറ്ററലി 3rd അല്ലെങ്കിൽ 4th week സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ആ സമയം കൊണ്ട് വൈറസ് ആക്ച്വലി ബിക്കെയിം മച്യൂർ ആൻഡ് ഇറ്റ് ഈസ് ഫൈൻഡിങ് ഇറ്റ്സ് നെക്സ്റ്റ് ഡോർ. അപ്പം ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആൻറ്റിവൈറൽ കൊടുക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദർ ഇസ് നോട്ട് മച്ച് ബെനിഫിറ്റ്. അവിടെ ആ സൈറ്റോകൈൻ സ്റ്റോമിൽ നമ്മൾ എന്താ ചെയ്യേണ്ട സ്ട്രാറ്റജി ഈസ് പ്രൊട്ടക്റ്റിംഗ് ഓർഗൻസ്, റെഡ്യൂസിങ് ഇൻഫ്ലമേഷൻ, റെഡ്യൂസിങ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള എന്താ പറയുക ഈ പറയുന്ന റക്സോലിറ്റിനിബ് അല്ലെങ്കിൽ ടൊക്ലിസിമാബ്, സെറിലുമാബ് എന്ന് പറയുന്നത് അനദർ മോണോക്ലോണൽ ആൻറ്റിബോഡി. അങ്ങനെയുള്ള ഒരു റേഞ്ച് ഓഫ് ആൻറ്റിബോഡീസ് നമുക്ക് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ കേസിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൈഡ്രോക്സിക്ലോറോക്വിനെ നമ്മൾ ഒരിക്കലും ഒരു ആൻറ്റി വൈറൽ ഡ്രഗായിട്ടല്ല കാണേണ്ടത്. ഇപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് മലേറിയയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച ഡ്രഗ് ആയതുകൊണ്ട് പിന്നെ ഈ വൈറസിനെ കില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ആക്ച്വലി ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഈസ് നോ മോർ യൂസ്ഡ് ആസ് ആൻ ആൻറ്റി മലേറിയൽ ഡ്രഗ്. ക്ലോറോക്വിൻ്റെ കാലത്തോ അല്ല ക്വിനീൻ്റെ കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് ഒറിജിനൽ ഡിസ്കവറിയാണ്. പക്ഷേ ഇപ്പോൾ അത് ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ഏജൻ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് അതിന് ഹെവി ആയിട്ട് ഈ പറയുന്ന റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും അല്ലെങ്കിൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിലും ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണോ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് ഹൈഡ്രോക്സിക്ലോറോക്വിൻ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇറ്റ് ടേക്സ് ടൈം ടു ആക്ട്, 2 ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50 days ആണ്. അപ്പോൾ ഈ 50 days ഇത് നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ കിടക്കും. അപ്പം ഒരു 3rd stage അല്ലെങ്കിൽ 4th stage ഈ ലിവർ ഫങ്ഷൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ലിവർ എൻസൈംസ് ഹൈപ്പ് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾ ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി യു ആർ ആക്ച്വലി വർക്കിംഗ് അഗെയിൻസ്റ്റ് യുവർ ലിവർ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊരു എഫക്റ്റ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മീനിങ്ഫുൾ ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് അഡ്വാൻസ്ഡ് ഇമ്മ്യൂണോ സപ്രസൻ്റ് ഏജൻറ്റ്സ് ലൈക്ക് റക്സോലിറ്റിനിബ് അല്ലെങ്കിൽ ടൊക്ലിസിമാബ് ഇങ്ങനെയുള്ള ഡ്രഗ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബയോടെക് പഠിച്ച് നിൽക്കുന്ന റിസർച്ച് താല്പര്യമുള്ള തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രൻറ്റീസായിട്ട് കയറി അതിൻ്റെ ബേസിക് ലാബ് ടെക്നോളജീസ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ അതിന് എത്രമാത്രം ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പൊതുവേ ഇവിടെ BSc ബയോടെക് കഴിഞ്ഞവരൊക്കെ ഏതെങ്കിലും ലാബുകളിൽ പ്രവേശിക്കുക, കുറച്ച് കാലം വർക്ക് ചെയ്യുക, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക അതേ ഫീൽഡിൽ തന്നെ.
ബയോടെക് എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മോളിക്കുലർ ബയോളജിയാണ് അതിനകത്തൊരു കീ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് ഇന്ത്യയിൽ ഹ്യൂമൻ ട്രയൽ വാട്ടർ ഞാൻ പറഞ്ഞു. താങ്ക്സ്. ഒരാൾ ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം കൂടുതൽ എത്ര ദിവസം രോഗം പടർത്താൻ സാധ്യതയുണ്ട്? ഞാനതിനകത്തൊരു എക്സ്പേർട്ടല്ല എത്ര ദിവസം വരെ അവർ ഇൻഫെക്ഷൻ ക്യാരി ചെയ്യുമെന്നുള്ളതിനകത്ത്. കാരണം പല ഡേറ്റയാണ് അതിനകത്ത് വരുന്നത്. 14 days ആണ് ഇപ്പം ഗ്ലോബലി അഗ്രീഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ഐസൊലേഷനിലൊക്കെ പറയുന്ന ഒരു ഇത്. പക്ഷേ ചില ഡേറ്റ പറയുന്നത് 28 days വരെ ഇത് ചിലപ്പം ആൾക്കാരിൽ സൈലൻ്റായിട്ട് കിടക്കും, ക്യാരി ഓവർ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അതിനകത്തൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു നോളജുള്ള ആളല്ല. ഏകദേശം എത്ര മാസങ്ങൾക്കുള്ളിൽ ലഭ്യമാകും വാക്സിൻ്റെ കാര്യത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കുന്നത് സേഫായിട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് സേഫ്റ്റി കൺസേൺസോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇവൻറ്റ്സോ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബർ ജാനുവരിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു അറിവനുസരിച്ച് ഓക്സ്ഫോർഡ് ഈസ് വെരി കോൺഫിഡൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആസ്ട്രസെനിക്ക അതിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓതറൈസേഷൻ അക്വയർ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് pretty indicative that they are confident on the lab data and the phase 1 data. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നിപ്പോൾ ഒരു ഹ്യൂജ് വാക്സിൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി UK ഗവൺമെൻറ് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റും അക്കാഡമിയെയും അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസും വളരെ കൊളാബറേറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ മനസ്സിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈവൻ എന്നെപ്പോലുള്ള ഈ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, ഈ ഡ്രഗ് റിസർച്ച് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് വളരെ സീക്രട്ടീവായിട്ടുള്ള ഒരു അപ്രോച്ചാണെന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതെ, ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം ഓക്സ്ഫോർഡിൻ്റെ ഡേറ്റ ഞങ്ങൾക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളൊരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ് അതിനകത്ത് സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾക്ക് വി ക്യാൻ ഓൺലി ഗീവ് എ ജനറൽ വ്യൂ ഓഫ് വാട്ട്സ് ഗോയിങ് ഓൺ, അല്ലാണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ UK ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്, ഇപ്പം നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സ്റ്റഡീസിന് നടത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാഡമി വേണം. പിന്നെ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഉപരിപഠന ലെവൽ മുതലുള്ള ആ ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ പോളിസി ഗവൺമെൻറ് ലെവലിൽ വേണം. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഗ്ലോബലി അക്നോളജ്, അതായത് NHSനെ പോലെ തന്നെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസർച്ച് പ്ലാറ്റ്ഫോം അക്രോസ് ദ കൺട്രി ഉണ്ട്. അപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിലും ഇതിൻ്റെ ഒരു വിങ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ പ്ലാറ്റ്ഫോമത്തിലേക്കാണ് ഈ റിസർച്ച് സ്റ്റഡി വരുന്നത്. പിന്നെ അവിടെയുള്ള സ്റ്റാഫ് അവരെ നാഷണലി ഫണ്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ സാലറിയുടെ ഒരു 50% ആക്ച്വലി കമ്മിങ് ഫ്രം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിസർച്ച്. ദ അതർ 50% ഈസ് കമ്മിങ് ഫ്രം ദ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. അതായത് ഒരു റിസർച്ച് ഇത്ര പെട്ടെന്ന് COVID-19 അതായത് ജാനുവരി മിഡ് വരെ ഏകദേശം ആക്റ്റീവായിട്ട് 150 ട്രയൽസിന് മേലെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ എക്സിസ്റ്റിംഗ് ട്രയൽസ് ഉണ്ടായിരുന്ന ഏകദേശം ഒരു 400 സ്റ്റഡീസ് ഓൾറെഡി ഓൺ ഗോയിങ് ആയിട്ടുള്ള. ബാക്കിയുള്ള ഈ 150 എന്ന് പറയുന്ന ഇത് ഹാഫ് എ സെറ്റപ്പ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആക്റ്റീവ് ആകാൻ പോകുന്ന സ്റ്റഡീസാണ്. ഈ പറഞ്ഞ സ്റ്റഡീസിനെ എല്ലാം മാറ്റി വെച്ചത്, ലിറ്ററലി സ്റ്റോപ്ഡ്, എവറിത്തിങ് സ്റ്റോപ്ഡ്. പിന്നെ വരുന്നത് എന്താണ്, ഈ COVID-19 സ്റ്റഡീസ് മാത്രമാണ്. അപ്പോൾ അവരെന്തായി, ക്യാൻസർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റിസർച്ച് സ്റ്റാഫ് അല്ലെങ്കിൽ കാർഡിയോളജി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റിസർച്ച് സ്റ്റാഫ് ഇവരെല്ലാം ഈ COVID-19 സ്റ്റഡീസിലേക്ക് റീഡിപ്ലോയ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ട ഗവൺമെൻറ് ലെഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പം ഇപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു കൺട്രീസിൽ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെലിവറി പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വ്യക്തമായിട്ട് ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പം എന്താ സംഭവിക്കുന്നത്, ഈവൻ കൊമേഴ്ഷ്യൽ കമ്പനിക്ക് വരെ
ഒരു കൊമേഴ്ഷ്യൽ കമ്പനി ഒരു ക്ലിനിക്കൽ ട്രയൽ ഇന്ത്യയിൽ നടത്തണമെങ്കിൽ അവർക്ക് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ഹാർമണൈസേഷൻ്റെ പ്രിൻസിപ്പിൾസിനുള്ളിലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്രിൻസിപ്പിൾസിനുള്ളിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഇല്ലെങ്കിൽ, പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ പിന്നെ ഈവൻ അവർക്ക് പോലും ഇന്ത്യയിൽ വന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇന്ത്യയിൽ എൻ്റെ അറിവനുസരിച്ച് വെല്ലൂർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചില ടെസ്റ്റുകൾ നോവാർട്ടിസ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് നിലവിൽ സംഭവിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചലഞ്ച്. അപ്പം ഗവൺമെൻറ് ലെഡായിട്ടുള്ള അക്കാഡമിയ, റിസർച്ച് ബോർഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കമ്പനീസ്, പിന്നെ ടെക്നോളജി പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ഇതിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് റിസർച്ച് ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. RBC ചെക്ക് ചെയ്യുന്ന പോലെയുള്ള ലഘുപകരണം വൈറസ് ഇൻഫെക്ഷൻ ചെക്ക് ചെയ്യാൻ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? RBC എന്ന് ഉദ്ദേശിച്ച റെഡ് ബ്ലഡ് സെൽസ് ആണോ? എനിക്ക് മനസ്സിലായില്ല, സോറി. റീപർപ്പസ് ചെയ്ത് ഉപയോഗിച്ച ഡ്രഗ്സ് എന്തെങ്കിലും സേഫ്റ്റി കൺസേൺസ് ഉണ്ടായിട്ടുണ്ടോ? റീപർപ്പസ് ചെയ്ത് ഉപയോഗിച്ച ഡ്രഗുകൾ കലിയട്ര ഞാൻ പറഞ്ഞു ഓൾറെഡി, ഹൈഡ്രോക്സിക്ലോറോക്വിൻ. അത് ഈ സെൽ തെറാപ്പിയുടെ കേസിലാണെങ്കിൽ ഏകദേശം 4-5 പേഷ്യൻസാണ് ഞങ്ങൾ ഇത് ഡോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓർക്കണം, ഈ ഡോസിങ് റാൻഡമൈസ്ഡ് ആണ്. അതായത് ദ പേഷ്യൻ്റ് കുഡ് ഗെറ്റ് ഈദർ പ്ലസീബോ ഓർ ആക്റ്റീവ്. അപ്പം ആ 4 പേഷ്യൻസ് റിക്രൂട്ട് ചെയ്തതിനകത്ത് മിക്കവാറും 2 പേഷ്യൻസിനെ ആക്റ്റീവ് ഡാറ്റ കിട്ടിയിട്ടുള്ളൂ. ഗ്ലോബലി UK നോർത്തേൺ അയർലൻഡോടെ കൂടി എൻ്റെ അറിവനുസരിച്ച് ഏകദേശം 15 പേഷ്യൻസ് ഇതിനകത്ത് 15 to 20 പേഷ്യൻസ് ഇതിനകത്ത് കയറിയിട്ടുള്ളൂ. അപ്പം അതിനകത്തൊരു വളരെ ഏർലി സ്റ്റേജിലാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ലോക്കലി ഞങ്ങൾ പ്രത്യേകിച്ച് അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് phase 1 ഈ പർട്ടിക്കുലർ സെൽ തെറാപ്പിക്ക് ഏതോ ഒരു സ്റ്റേജിൽ അവർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടല്ല, എനിക്ക് തോന്നുന്നത് ഡ്രഗ് ഫോർമുലേഷനുമായിട്ട് ബന്ധപ്പെട്ട സെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് എന്തോ ഉണ്ടായ ഒരു പ്രശ്നം കൊണ്ടാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ല. ദാറ്റ്സ് താങ്ക്സ് ടു രാധാകൃഷ്ണൻ. Some researchers say about the connection with the vitamin D deficiency. How should Asian population, Western countries? Hazel James. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രത്തിൻ്റെ സിവിയറിറ്റിയും തമ്മിൽ ചില റിസർച്ച് പേപ്പേഴ്സ്, പർട്ടിക്കുലർലി ഓസ്ട്രേലിയൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ എത്രമാത്രം ആക്ച്വലി മീനിങ് ഫുള്ളി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത റോളിൽ ഇവിടെ ഇപ്പം ഈ ലോക്കൽ ഏരിയയിലെ വിറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏഷ്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ കാര്യമായിട്ടുള്ള പിന്നെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു നല്ല ശതമാനം ഏഷ്യൻ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്കും ഇവിടെ UK താമസിക്കുന്ന ആൾക്കാർക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. പക്ഷേ അത് കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി നമ്മളുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മൾക്ക് ഈ വെയിലത്തിറങ്ങുക അല്ലെങ്കിൽ വെയിൽ വേണം, വിറ്റമിൻ ഡി വേണം, അതൊരു ഹെൽത്തി ലിവിങ്ങിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യക്കുറവാണ് ഫോർ വേരിയസ് സോഷ്യൽ റീസൺസ്. പക്ഷേ ഈ ഒരു കണക്ഷനെ കുറിച്ച് അങ്ങനെ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ ദർ ആർ എന്താ പറയുക പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റാൻഡം ബ്ലഡ് ഷുഗർ ഓക്കെ, RBC എനിക്കറിയില്ല ആക്ച്വലി. ബേസിക്കലി കിറ്റുകളൊക്കെ വരുന്നത് പുറത്തുനിന്നാണ്, UK മേഡല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ചില ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമ്പീരിയൽ വളരെ നല്ല അവരുടെ തന്നെ ലോക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റി ഞാൻ ഉദ്ദേശിച്ച് കൊണ്ടുവന്നെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അതിനകത്തൊരു എക്സ്പേർട്ടല്ല, അതുകൊണ്ട് അതിനകത്ത് ഒരു കൺഫേംഡ് ആയിട്ട് എനിക്ക് ചാൻറ്റ് ഐ കനോട്ട് ആൻസർ ദാറ്റ്. ബിജുമോൻ, റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗമാണ് കോവിഡ് എന്നത് ശരിയാണ്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലെ മുറിവുകളോടെ കൊറോണ മുറിവുകൾ തീർച്ചയായിട്ടും ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു എൻട്രി സോഴ്സാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ മാത്രം ബാധിക്കുന്ന രോഗമാണെന്നുള്ളതിനകത്ത് ഇതിനകത്ത് ഇതുവരെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ക്ലാസിക് സിംറ്റം എന്ന് പറയുന്നത് എന്താ പറയുക അക്യൂട്ട് സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ്.
അപ്പം അതിനകത്ത് പറയുന്ന ഒരു തിയറി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ എയ്സ് എന്ന് പറയുന്ന റിസപ്റ്റാർ വഴിയാണ് ഇത് എൻട്രി ചെയ്യുന്നത്. ഈ സ്പൈക്ക്, അതായത് ഈ കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് അറ്റാച്ച് ചെയ്യുന്ന ഈ എയ്സ് എന്ന് പറയുന്ന റിസപ്റ്റാറിലേക്കാണ്. ഈ എയ്സ് റിസപ്റ്റാർസ് ഏറ്റവും കൂടുതലുള്ള ലങ്സിലാണ്. ആൽവിയോൾ ഇങ്ങനെയുള്ള ലങ് സെൽസിൽ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ കൂടുതലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഇതും അഗൈൻ കൺക്ലൂസീവ് അല്ല, എന്തുകൊണ്ട് ഇത് ലങ്സിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിയറിയിൽ പെടുന്ന ഒരു കാര്യമാണ്. കാരണം ലങ്സിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതായത് വൈറൽ ലോഡിൻ്റെ ഹെവി ബേർഡൻ ലങ്സിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു തിയറി നടക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു വസ്തുതയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഈ സൈറ്റോകൈൻ സ്റ്റോം കൊണ്ടുണ്ടാകുന്ന ഈ പ്രോസസ്സിൽ ബേസിക്കലി ഹ്യൂജ് ഹൈപ്പോക്സിയാണ് നടക്കുന്നത്. അതായത് ഈ ഓക്സിജനെ ലങ്സിന് അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പം ലിറ്ററലി ലങ്സിൻ്റെ സെൽസിന് ഡാമേജസ് ഉണ്ടാകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. സോ താങ്ക് യു. ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ്.